നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വീണ വിജയന്റെ രക്ഷകനെ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ നിയമിച്ചു. ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തനെയാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിന്റെ കൂടി താക്കോൽ ഏൽപ്പിച്ച് നൽകിയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡോക്ടർ എ ജയതിലക് IAS ധനകാര്യ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ നിയമിച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയെ കുറിച്ചുള്ള പരാതിയിൽ വീണയ്ക്ക് അനുകൂലമായ നിലപാടാണ് ജയതിലക് എടുത്തത്. ഇതോടെ പിണറായിക്കും കുടുംബത്തിനും ജയതിലക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറി. പിണറായിയുടെ സൂപ്പർ ചീഫ് സെക്രട്ടറി എന്ന പേരിലാണ് ഇപ്പോൾ ജയതിലക് അറിയപ്പെടുന്നത് പോലും. KM എബ്രഹാമിന്റെ അമിത ഇടപെടൽ മൂലം ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡൽഹിയിൽ ഡെപ്യൂട്ടേഷനിൽ പോയ ഒഴിവിലാണ് ജയതിലകനെ ഇപ്പോൾ പ്രതിഷ്ഠിക്കുന്നത്. ധനകാര്യത്തിന്റെ ബാലപാഠങ്ങൾ പോലും 3 വർഷമായി മനസ്സിലാക്കാത്ത KN ബാലഗോപാലിനെ പഠിപ്പിക്കലാകും പ്രധാന ജോലിയെന്നും പറയപ്പെടുന്നു. അതിനോടൊപ്പം KM എബ്രഹാമിനെ പിണക്കാതെ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം കൂടി ഇദ്ദേഹത്തിനുണ്ട്. KM എബ്രഹാമും ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തൻ തന്നെയാണ്. ആരാണ് ഏറ്റവും മികച്ച വിശ്വസ്തൻ എന്ന മത്സരം ഇനി KM എബ്രഹാമും ജയതിലകും തമ്മിൽ നടക്കും. കാലിയായി കിടക്കുന്ന ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ജയതിലകിന്റെ പ്രധാന ജോലി. എന്നും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും കയ്യാളുമാണ് ഈ ജയതിലക്. മുട്ടിൽ മരമുറി സമയത്ത് പ്രതിക്കൂട്ടിലായി സർക്കാരിനെ സംരക്ഷിക്കാൻ ചട്ടങ്ങൾ നോക്കാതെ മുന്നിട്ടിറങ്ങിയത് അന്ന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ജയതിലകനായിരുന്നു. വിവരാവകാശ ചോദ്യത്തിന് മറുപടിയായി മുട്ടിൽ മരമുറി ഫയൽ നൽകിയ അണ്ടർ സെക്രട്ടറി ശാലിനിയുടെ ഗുഡ് സർവീസ് എൻട്രി എടുത്തു കളഞ്ഞ കുപ്രസിദ്ധിയും ജയതിലകനുണ്ട്. മുട്ടിൽ മരമുറിയോടുകൂടി ജയതിലക് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായി മാറുകയായിരുന്നു. അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയതോടെ സുപ്രധാന നികുതി എക്സൈസ് വകുപ്പിന്റെ തലപ്പത്തായിരുന്നു മുഖ്യമന്ത്രി ജയതിലകിനെ ഇരുത്തിയത്. ഇതുകൂടാതെ അല്ലറ ചില്ലറ വകുപ്പുകൾ വേറെയുമുണ്ട്. സർക്കാരിന്റെ വിവാദമായ മദ്യനയം ജയതിലകന്റെ സംഭാവനയാണ്. തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോടികൾ ലഭിക്കുന്ന മദ്യനയത്തോടുകൂടി പാർട്ടി സെക്രട്ടറി ഗോവിന്ദനും ജയതിലകന് വളരെ പ്രിയപ്പെട്ടവനായി മാറി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ മാസപ്പടിയിൽ പ്രതിസന്ധിയിലായ പിണറായി കുടുംബത്തെ വെട്ടിലാക്കി തട്ടിപ്പ് പരാതി ധനമന്ത്രി ബാലഗോപാലിന് നൽകിയപ്പോൾ ഇത് അന്വേഷിക്കാനുള്ള ചുമതല നികുതി വകുപ്പ് കൈയാളിയിരുന്ന ജയതിലകനായിരുന്നു. നികുതി കമ്മീഷണർക്ക് പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ജയതിലകന്റെ ഉത്തരവ് വന്നു. വീണ കർണാടകയിൽ നികുതി അടച്ചെന്നും സ്വകാര്യത മാനിച്ച് വിവരങ്ങൾ പുറത്തുവിടില്ലെന്നും കാട്ടി നികുതി കമ്മീഷണർ റിപ്പോർട്ട് എഴുതി ആ പരാതി അങ്ങ് ക്ലോസ് ചെയ്യുകയും ചെയ്തു. വീണയെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയതോടെ പിണറായിക്ക് മാത്രമല്ല പിണറായി കുടുംബത്തിന്റെയും വിശ്വസ്തനായി മാറുകയായിരുന്നു ജയതിലക്. ഇതോടെ സെക്രട്ടേറിയറ്റിൽ ഇനി ജയതിലകന്റെ ഭരണമായിരിക്കുമെന്നും ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലും പഴി കേൾക്കുകയും ചെയ്യുന്ന ധനവകുപ്പിലേക്ക് എത്തുന്നതോടെ മുഖ്യമന്ത്രിക്ക് പ്രതീക്ഷകൾ ഏറുന്നുമുണ്ട് എന്നാണ് പറയുന്നത്. വീണ വിജയന്റെ സംരക്ഷകനായി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഇനി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായി തന്നെ ജയതിലക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.